+1 ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ചാപ്റ്റർ 5 കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന ചാപ്റ്ററിൻ്റെ 8ാം ഭാഗം. ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ നാം പഠിച്ചത് a+ib എന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ അഡിറ്റീവ് പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേറ്റീവ് പ്രോപ്പർട്ടീസ്, മോഡുലസ്, കോഞ്ചുഗേറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇന്നിവിടെ ഇതേ രീതിയിലുള്ള z=x+iy എന്ന രൂപത്തിലുള്ള കോംപ്ലക്സ് നമ്പറിൻ്റെ ജോമെട്രിക്കൽ മീനിങ്, എന്താണ് ജോമെട്രിക്കൽ മീനിങ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ ഈ 8ാം ഭാഗത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു കോംപ്ലക്സ് നമ്പർ അതിൻ്റെ ജനറൽ രൂപം അറിയാം. അതായത് z=x+iy. അതിൽ തന്നെ എക്സ് എന്താണെന്നറിയാം. എക്സ് ഈസ് ദ റിയൽ പാർട്ട് ആൻഡ് വൈ ഈസ് ദ ഇമാജിനറി പാർട്ട്. ഈ റിയൽ പാർട്ട്, ഇമാജിനറി പാർട്ട്, അപ്പോൾ നമുക്ക് രണ്ട് ഡാറ്റകളാണുള്ളത്. ഒന്ന് റിയൽ പാർട്ട്, മറ്റൊന്ന് ഇമാജിനറി പാർട്ട്. അപ്പോൾ ഏതൊരു കോംപ്ലക്സ് നമ്പറിനെയും നമുക്ക് ഒരു ഓർഡേർഡ് പെയറായിട്ട് XY എന്ന രൂപത്തിൽ എഴുതാം. എക്സ് ഈസ് ദ റിയൽ പാർട്ട് ആൻഡ് വൈ ഈസ് ദ ഇമാജിനറി പാർട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ സെറ്റ്. ഈ XY എന്നുള്ളത് ഇവിടെയുള്ള 2 ഡയമെൻഷണൽ പ്ലെയിനിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. എക്സ് കോർഡിനേറ്റ് എക്സ് ആക്സിസിലും വൈ കോർഡിനേറ്റ് വൈ ആക്സിസിലും റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഓർഡേർഡ് പെയർ. നമുക്കതിന് വേണ്ടിയിട്ട് ഏതാനും പോയിൻ്റുകളൊന്ന് പരിശോധിക്കാം. അതായത് Z1 ഈക്വൽ ടു 1+i. നമുക്കറിയാം എന്താണ് 1+i. 1+i എന്ന് പറഞ്ഞാൽ അതിലെ റിയൽ പാർട്ട് അറിയാം. റിയൽ പാർട്ട് ഈസ് 1 ആൻഡ് ഇമാജിനറി പാർട്ട് ഈസ് ആൾസോ 1. അതായത് ഓർഡേർഡ് പെയർ 1 1. റിയൽ പാർട്ട് എക്സ് കോർഡിനേറ്റായും ഇമാജിനറി പാർട്ട് വൈ കോർഡിനേറ്റായും റെപ്രസെൻ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്കൊരു ഓർഡേർഡ് പെയർ കിട്ടുന്നത്. ആ ഓർഡേർഡ് പെയർ 1 1 എന്നുള്ളത് നമുക്ക് ഈ 2D പ്ലെയിനിൽ, കാർട്ടീഷ്യൻ പ്ലെയിന് റെപ്രസെൻ്റ് ചെയ്യാം. ഇതാണ് നമുക്കറിയാവുന്ന 1 1 എന്ന ഓർഡേർഡ് പെയർ. ദെൻ മറ്റൊന്ന് Z2, അനദർ കോംപ്ലക്സ് നമ്പർ. Z2 ഈക്വൽ ടു -1+2i. നേരത്തെ എഴുതിയ പോലെ എഴുതുകയാണെങ്കിൽ ഇതിനെ എക്സ് കോർഡിനേറ്റായി -1ഉം വൈ കോർഡിനേറ്റായിട്ട് 2ഉം റെപ്രസെൻ്റ് ചെയ്യാം. അതായത് -1 2, എക്സ് കോർഡിനേറ്റ് -1, വൈ കോർഡിനേറ്റ് 2. ദാറ്റ് ഈസ് -1 2 ഈസ് ദ പോയിൻറ്റ്. ദെൻ മറ്റൊരു പോയിൻ്റ്, മറ്റൊരു കോംപ്ലക്സ് നമ്പർ Z3. എന്താണ് Z3? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. -2 -3i. ഇവിടുത്തെ റിയൽ പാർട്ട് -2, ഇമാജിനറി പാർട്ട് -3. അതായത് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും നെഗറ്റീവാണ്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ പോയിൻ്റ്, -2 -3, തേർഡ് ക്വാഡ്രൻറ്റിലെ പോയിൻ്റ്. ദെൻ മറ്റൊന്ന് Z4. എന്താണ് Z4? ഒരു എക്സാമ്പിൾ തന്നെ, 2 -2i. റിയൽ പാർട്ട് 2, ഇമാജിനറി പാർട്ട് -2. 2 -2, എക്സ് കോർഡിനേറ്റ് 2, വൈ കോർഡിനേറ്റ് -2. ഇതിന് നമുക്കൊരു കാര്യം കൺക്ലൂഡ് ചെയ്യാം. അതായത് z=x+iy എന്ന രൂപത്തിലുള്ള കോംപ്ലക്സ് നമ്പറിനെ 2 ഡയമെൻഷണൽ പ്ലെയിനിൽ, കാർട്ടീഷ്യൻ പ്ലെയിനിൽ യുണീക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. അതായത് z=x+iy എന്ന രൂപത്തിലുള്ള, ജനറൽ രൂപത്തിലുള്ള കോംപ്ലക്സ് നമ്പറിനെ യുണീക്ക് പോയിൻ്റാക്കി കാർട്ടീഷ്യൻ പ്ലെയിനിൽ, 2 ഡയമെൻഷണൽ പ്ലെയിനിൽ റെപ്രസെൻ്റ് ചെയ്യാം. അതിൽ തന്നെ ഓർഡേർഡ് പെയറിൻ്റെ പ്രത്യേകത, ഓർഡേർഡ് പെയർ XY ആണെങ്കിൽ എക്സ് എന്നുള്ളത് റിയൽ പാർട്ടും വൈ എന്നുള്ളത് ഇമാജിനറി പാർട്ടുമായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. അതായത് എനി കോംപ്ലക്സ് നമ്പർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എ യുണീക്ക് പോയിൻ്റ് ഇൻ ദ കാർട്ടീഷ്യൻ പ്ലെയിൻ ഓർ ഇൻ ദ 2 ഡയമെൻഷണൽ പ്ലെയിൻ. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു പോയിൻ്റ് നോക്കാം. ഇപ്പോൾ നമ്മൾ 4 കോർഡിനേറ്റ്സിലുള്ള 4 പോയിൻ്റുകളാണ് ഇവിടെ
റെപ്രസെൻ്റ് ചെയ്തത്. നമുക്കിനി അടുത്ത ഒന്ന്, അതായത് Z5. Z5 എന്ന കോംപ്ലക്സ് നമ്പർ ഈക്വൽ ടു 1. ഹിയർ ഇറ്റ് ഈസ് പ്യുവർലി റിയൽ, ദാറ്റ് ഈസ് ഇമാജിനറി പാർട്ട് ഈസ് 0. 1 means 1 plus 0i, that is ordered pair 1 0. This is 1 0 1 0. Then Z6, another complex number 2. 2 means real part 2, imaginary part 0. 2 means 2 plus 0i, 2 0. This is 2 0 2 0. Then Z7, another point, another complex number, minus 1. What is minus 1? Minus 1 comma 0 എന്ന് ഇതിനെ സൂചിപ്പിക്കാം നമുക്ക്. Minus 1 comma 0. Minus 1 0. This point is minus 1 comma 0. Minus 1 0. ഈ 3 പോയിൻറ്റിൻ്റെയും പ്രത്യേകത, ഈ 3 പോയിൻറ്റിൻ്റെ പ്രത്യേകത, ഇതെല്ലാം എക്സ് ആക്സിസിലാണ് നാം റെപ്രസെൻ്റ് ചെയ്തത്. ഇവിടെ ഇതിൻ്റെ കോംപ്ലക്സ് നമ്പറിൻ്റെ പ്രത്യേകത, ഇതെല്ലാം പ്യുവർലി റിയൽ നമ്പറായിരുന്നു. അതായത് ഇമാജിനറി പാർട്ട് ഇതിൽ ഉണ്ടായിരുന്നില്ല. റിയൽ പാർട്ട് മാത്രമുണ്ടായിരുന്ന കോംപ്ലക്സ് നമ്പറിനെ നാം റെപ്രസെൻ്റ് ചെയ്തത് എക്സ് ആക്സിസിലാണ്. അതുകൊണ്ട് തന്നെ ഈ ആക്സിസിനെ നാം റിയൽ ആക്സിസ് എന്നും കൂടി പറയും. റിയൽ ആക്സിസ് കാർട്ടീഷ്യൻ പ്ലെയിനിൽ എക്സ് ആക്സിസ് എന്നും ഈ റെപ്രസെൻറ്റേഷനെ, അതായത് ഓർഡേഡ് പെയറായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന ഇതിനെയാണ് നാം സൂചിപ്പിച്ചത് ആർഗൻഡ് പ്ലെയിൻ ഓർ ഇമാജിനറി പ്ലെയിൻ, കോംപ്ലക്സ് പ്ലെയിൻ. ഇമാജിനറി അല്ല, കോംപ്ലക്സ് പ്ലെയിൻ. അപ്പോൾ ആർഗൻഡ് പ്ലെയിനിലുള്ള പ്രത്യേകത, അതിൽ എക്സ് ആക്സിസിനെ നാം റിയൽ ആക്സിസ് എന്നുകൂടി സൂചിപ്പിക്കുന്നു. റിയൽ ആക്സിസ്. ഇനി നമുക്ക് ഏതാനും പോയിൻറ്റുകൾ കൂടി ഒന്ന് നോക്കാം. Z8 എന്ന് പറഞ്ഞാൽ അതിലുള്ള ആ ഒരു കോംപ്ലക്സ് നമ്പർ നോക്കാം നമുക്ക്. എന്താണ് I എന്ന് പറഞ്ഞാൽ അതിലെ റിയൽ പാർട്ട് 0 ആണ്, ഇമാജിനറി പാർട്ട് 1 ആണ്. ഏതാണ് 0 1? എക്സ് കോർഡിനേറ്റ് 0, y കോർഡിനേറ്റ് 1. Then Z9, another point. Z9 2i. എന്താണ് 2i? റിയൽ പാർട്ട് 0, ഇമാജിനറി പാർട്ട് 2. എക്സ് കോർഡിനേറ്റ് 0, y കോർഡിനേറ്റ് 2. Then Z10 equal to minus i. Minus i എന്ന് പറഞ്ഞാൽ 0 minus 1. This point is 0 minus 1. നോക്കാം, നമുക്ക് ഈ 3 പോയിൻറ്റിൻ്റെയും ഇവിടുത്തെ പ്രത്യേകത എന്തായിരുന്നു? ഈ 3 പോയിൻറ്റും പ്യുവർലി ഇമാജിനറി നമ്പറാണ്. ഇത് റെപ്രസെൻ്റ് ചെയ്തതോ y ആക്സിസിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഇമാജിനറി ആക്സിസ് എന്നും കൂടി ആർഗൻഡ് പ്ലെയിനിൽ സൂചിപ്പിക്കും. ഇമാജിനറി ആക്സിസ്, അതായത് പറഞ്ഞ കാര്യം, ഇമാജിനറി ആക്സിസ് എന്ന് പറഞ്ഞാൽ ആർഗൻഡ് പ്ലെയിനിൽ ഇമാജിനറി ആക്സിസ് എന്ന് സൂചിപ്പിക്കുന്ന ആക്സിസ് തന്നെയാണ് കാർട്ടീഷ്യൻ പ്ലെയിൻ സിസ്റ്റത്തിൽ, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ y ആക്സിസ്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, പ്യുവർലി റിയൽ നമ്പർ നമുക്ക് കിട്ടുന്നത് റിയൽ ആക്സിസിലായിരിക്കും, പ്യുവർലി ഇമാജിനറി നമ്പർ ഇമാജിനറി ആക്സിസിലായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് ഏതൊരു കോംപ്ലക്സ് നമ്പറിനെയും യുണീക്ക് പോയിൻ്റായി കാർട്ടീഷ്യൻ പ്ലെയിനിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഇങ്ങനെ ഈ കാർട്ടീഷ്യൻ പ്ലെയിനിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന റിയൽ ആക്സിസും ഇമാജിനറി ആക്സിസും വരുന്ന ആ പ്ലെയിനിനെ പറയുന്ന പേരാണ് ആർഗൻഡ് പ്ലെയിൻ ഓർ കോംപ്ലക്സ് പ്ലെയിൻ. ആർഗൻഡ് പ്ലെയിൻ ഓർ കോംപ്ലക്സ് പ്ലെയിൻ. ദെൻ ഈ കാര്യങ്ങൾ നമുക്കൊന്ന് എഴുതി വയ്ക്കാം. എന്തൊക്കെയാണ് കോംപ്ലക്സ് നമ്പറിൻ്റെ റെപ്രസെൻറ്റേഷൻ മുതലായ കാര്യങ്ങൾ.
അപ്പോൾ നോട്ടിലേക്ക് എഴുതേണ്ടതാണ് ഈ ബോർഡറിലുള്ളത്, നമ്മൾ സ്ഥിരം ചെയ്യുന്ന അതേ രീതി തന്നെ. ആർഗൻറ്റ് പ്ലെയിൻ ആൻഡ് പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ. എഴുതേണ്ടത് എനി കോംപ്ലക്സ് നമ്പർ z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എ യുണീക്ക് പോയിൻറ്റ് പി എക്സ് കൊമ വൈ in two-dimensional plane or Cartesian plane. The plane having a complex number assigned to each of its points is called complex plane or argand plane. മറ്റൊരു പോയിന്റ്, in argand plane x-axis is called real axis and y-axis is called imaginary axis. ഇവിടെ അഡീഷണലായിട്ട് സൂചിപ്പിക്കാനുള്ളത് 0 എന്ന കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് 0 + 0 ആയി, അതായത് 0 എന്നുള്ളതിനെ നമുക്ക് ഒറിജിനലിൽ റെപ്രസെൻ്റ് ചെയ്യാം എന്നർത്ഥം. ഇത്രയാണ് നോട്ടിലേക്ക് ഇവിടെ എഴുതാനുള്ളത്. ദെൻ നമുക്ക് ഏതാനും ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. റെപ്രസെൻറ്റ് ദ ഫോളോയിങ് ഇൻ കോംപ്ലക്സ് പ്ലെയിൻ. നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ ഏതാനും ചോദ്യങ്ങളൊന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. 2 + i -2 + 2i. തേർഡ് പോയിൻറ്റ് 2. ഫോർത്ത് പോയിൻറ്റ് 1 - 3i. ദെൻ 4i. ഈ പോയിൻറ്റുകൾ കോംപ്ലക്സ് പ്ലെയിനിൽ അല്ലെങ്കിൽ ആർഗൻറ്റ് പ്ലെയിനിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഫസ്റ്റ് പോയിൻറ്റ്, ഇവിടെ ഫസ്റ്റ് പോയിൻറ്റ് 2 + i. നമുക്കറിയാം 2 + i എന്നുള്ളത് റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 2 ആയിരിക്കും, വൈ കോർഡിനേറ്റ് ഇമാജിനറിയാണ് 1, ഐ എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് അതായത് 2 1, എക്സ് കോർഡിനേറ്റ് 2, വൈ കോർഡിനേറ്റ് 1. ഇതാണ് നമ്മുടെ 2 1 എന്ന പോയിൻറ്റ്. 2 1. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് -2 + 2i, എക്സ് കോർഡിനേറ്റ് -2, y coordinate 2, -2 2, x coordinate -2, y coordinate 2, -2 2. Then third 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്യുവർലി റിയൽ ആണ്. 2, 0, ഇമാജിനറി പാർട്ട് 0. 2 = 2 + 2 എന്നുള്ളതിന് 2 + 0i എന്ന രൂപത്തിൽ എഴുതാം. ഇതാണ് നമ്മുടെ 2, 0. ദെൻ നെക്സ്റ്റ് പോയിൻറ്റ് 1 - 3i, എക്സ് കോർഡിനേറ്റ് 1, വൈ കോർഡിനേറ്റ് -3. 1 - 3, എക്സ് കോർഡിനേറ്റ് 1, വൈ കോർഡിനേറ്റ് -3. 1 - 3 is the point. Then 4i. 4i means 0 4. Real part 0. This is purely imaginary number 4i. This is 0 4. Then another point I means real part 0, imaginary part 1, 0 1. This is 0 1. അപ്പോൾ ആക്സിസ് മാർക്ക് ചെയ്യാൻ നന്നായിട്ട് അറിയണമെന്ന് മാത്രം. ഇനി നമുക്ക് ഏഴാമത്തെ ചോദ്യം ഒന്നും കൂടി നോക്കാം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച 0 എന്ന പോയിൻറ്റിനെ നമുക്ക് അത് പ്യുവർലി റിയൽ എന്നും പറയാം, പ്യുവർലി ഇമാജിനറി എന്നും പറയാം. എക്സ് കോർഡിനേറ്റും 0, വൈ കോർഡിനേറ്റും 0. 0 എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് 0യുമാണ്, ഇമാജിനറി പാർട്ടും ഇവിടെ 0 ആണ്. ഇതാണ് നമ്മുടെ 0 ഒറിജിൻ. ഇതേപോലെ കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. a+ib എന്ന കോംപ്ലക്സ് നമ്പറിനെ യുണീക്ക് പോയിൻ്റായിട്ട് ആർഗൻറ്റ് പ്ലെയിനിൽ അല്ലെങ്കിൽ കോംപ്ലക്സ് പ്ലെയിനിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ദെൻ another question. If z equal to 2 + i, represent z, z bar, minus z and minus z bar in complex plane. നമുക്കിത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2 + i എന്നുള്ളത് അതായത് അതിൻ്റെ കോഞ്ചുഗേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് റെപ്രസെൻ്റ് ചെയ്ത് നോക്കാം. യെസ്, z equal to ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റ z equal to 2 + i.
നമുക്കിതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? എക്സ് കോർഡിനേറ്റ് 2, വൈ കോർഡിനേറ്റ് 0. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 2, വൈ കോർഡിനേറ്റ് 0 അല്ല, ഐ ആണ്. 0 എന്നാണ് പറഞ്ഞത്, 0 അല്ല 1 ആണ്. 2, 1. എക്സ് കോർഡിനേറ്റ് 2, വൈ കോർഡിനേറ്റ് 1. ഇതിന് നമുക്ക് സെറ്റ് എന്ന് കൊടുക്കുകയാണ് കൂടുതൽ നല്ലത്. ദെൻ അടുത്ത ഒന്ന് സെറ്റ് ബാർ. വാട്ട് ഈസ് സെറ്റ് ബാർ? സെറ്റ് ബാർ മീൻസ് കോൺജുഗേറ്റ് ഓഫ് സെറ്റ് 2 മൈനസ് ഐ. 2 മൈനസ് ഐ എന്നുള്ളതിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത് 2, -1. 2, -1. എക്സ് കോർഡിനേറ്റ് 2, വൈ കോർഡിനേറ്റ് -1. 2 - 1. ഇതാണ് സെറ്റ് ബാർ. സെറ്റ് ബാർ. ദെൻ നെക്സ്റ്റ് മൈനസ് സെറ്റ്. എന്താണ് മൈനസ് സെറ്റ്? സെറ്റിൻ്റെ നെഗറ്റീവ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. -2 - i. -2 - i. ഇവിടുത്തെ പോയിൻ്റ് -2, -1 ആയിരിക്കും. ഇതാണ് -2, ഇതാണ് -1. ഇതിനെ നമുക്ക് മൈനസ് സെറ്റ് എന്ന് എഴുതാം. പോയിൻ്റായിട്ട് -2 -1 എന്ന് കൊടുക്കും. ദെൻ നെക്സ്റ്റ് മൈനസ് സെറ്റ് ബാർ. എന്താണ് മൈനസ് സെറ്റ് ബാർ? മൈനസ് സെറ്റ് ബാർ എന്ന് പറഞ്ഞാൽ -2 + i. തൊട്ട് മുകളിൽ എഴുതിയതിൻ്റെ കോൺജുഗേറ്റ് എടുത്താൽ മതിയായിരിക്കും. അതായത് -2 1 ഇസ് ദ ഓർഡേർഡ് പെയർ. -2 1. ഇതാണ് -2 1. -2 1. അതായത് മൈനസ് സെറ്റ് ബാർ. ഇവിടെ 4 പോയിൻ്റുകളാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തത്. ഈ 4 പോയിൻറ്റിൻ്റെ പ്രത്യേകത, അതായത് സെറ്റ് എന്നുള്ള പോയിൻ്റ്, ഇതാണ് സെറ്റ്. സെറ്റ് എന്ന പോയിൻറ്റും സെറ്റ് ബാർ എന്ന പോയിൻറ്റും തമ്മിലുള്ള പ്രത്യേകത, സെറ്റിൻ്റെ കോൺജുഗേറ്റാണ് സെറ്റ് ബാർ. അതുകൊണ്ട് തന്നെ ഈ റിയൽ ആക്സിസ് അല്ലെങ്കിൽ എക്സ് ആക്സിസിൻ്റെ റിഫ്ലക്ഷനായിട്ടാണ്, സെറ്റിൻ്റെ റിഫ്ലക്ഷനായിട്ടാണ് സെറ്റ് ബാർ വരുന്നത്, എക്സ് ആക്സിസിലുള്ള റിഫ്ലക്ഷൻ. എന്നാൽ അതേസമയം മറ്റൊന്ന് നോക്കാം നമുക്ക്. എന്താണ് ഇത് തമ്മിലുള്ള പ്രത്യേകത? അതായത് മൈനസ് സെറ്റ് ബാർ ആൻഡ് സെറ്റ് ബാർ, മൈനസ് സെറ്റ് ബാർ മൈനസ് സെറ്റ്, ഇത് തമ്മിലുള്ള പ്രത്യേകത ഇതും അതെ. -2 1 -2 -1. ഈ പോയിൻറ്റും അതെ റിഫ്ലക്ഷനായിട്ട് വരും. അതായത് ഇൻ ജനറലായിട്ട് നമുക്ക് പറയാം, ഒരു കോംപ്ലക്സ് നമ്പറും അതിൻ്റെ കോൺജുഗേറ്റും എന്നത് എക്സ് ആക്സിസിൻ്റെ റിഫ്ലക്ഷനായിട്ടാണ് വരുന്നത്. ഇതാണ് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാന പോയിൻറ്റുകൾ. സെറ്റിൻ്റെ റിഫ്ലക്ഷനാണ് സെറ്റ് ബാർ. അതുപോലെ തന്നെ മൈനസ് സെറ്റിൻ്റെ റിഫ്ലക്ഷനാണ് മൈനസ് സെറ്റ് ബാർ. അതായത് ഇൻ ജനറൽ ഒരു കോംപ്ലക്സ് നമ്പറും അതിൻ്റെ കോൺജുഗേറ്റും എക്സ് ആക്സിസിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ. പോളാർ ഫോം. എന്താണ് പോളാർ ഫോം? നമുക്കതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കറിയാം, ഒരു കോംപ്ലക്സ് നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്നത് സെഡ് ആണ്. സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ. നേരത്തെ ചെയ്ത ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ നമുക്കൊരു കാര്യം പറയാം. സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ, എക്സ് പ്ലസ് ഐ വൈ എന്ന കോംപ്ലക്സ് നമ്പറിനെ ആർഗൻ്റ് പ്ലെയിനിൽ, കോംപ്ലക്സ് പ്ലെയിനിൽ പി എക്സ് കോമ വൈ എന്ന രീതിയിൽ ഡിനോട്ട് ചെയ്യാം. ഇതിൽ എക്സ് എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് ഓഫ് സെഡാണ്, വൈ എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ട് ഓഫ് സെഡാണ്. ആ റിയൽ പാർട്ട് ഓഫ് സെഡിനെ എക്സ് കോർഡിനേറ്റായും ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് എന്നുള്ളതിനെ വൈ കോർഡിനേറ്റായിട്ടുമാണ് 2D പ്ലെയിനിൽ നാം റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു പോയിൻ്റ് ഒന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അതായത് സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്നുള്ളതിനെ നമുക്ക് ഇതേ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ഒരു പോയിൻ്റ് പി ആണെന്ന് വിചാരിക്കുക. ആ പി എന്നുള്ളതിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് എഴുതാം. സെഡ് എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ പി എക്സ് കോമ വൈ എന്ന രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഇനി പി എന്ന പോയിൻ്റ് നമുക്ക് ഈ ഒറിജിനിൽ നിന്നൊന്ന് കണക്ട് ചെയ്യാം. ഇങ്ങനെ ഒറിജിനിൽ നിന്ന് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക്
ഈ പി എന്ന പൊസിഷൻ കിട്ടാൻ രണ്ട് ഡാറ്റകളാണ് നമുക്ക് ആവശ്യമായിട്ട് വരിക. രണ്ട് ഡാറ്റകൾ ഏതൊക്കെയായിരിക്കും ആ രണ്ട് ഡാറ്റ? ഇപ്പോൾ ഇത് ഒ എന്ന പോയിൻ്റ് ആണെങ്കിൽ ഒ പി എന്ന ഡിസ്റ്റൻസ് അറിയണം. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ്. അപ്പോൾ ആ എക്സ് ആക്സിസ് വൈ ആക്സിസ്, ആ എക്സ് ആക്സിസും വൈ ആക്സിസും ഉള്ള കേസിൽ ഇത് വൈ ആക്സിസ് ആണ്, ഇത് നമ്മുടെ എക്സ് ആക്സിസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയാനുള്ള മറ്റൊന്ന്, ഈ പോയിൻ്റ് പൊസിഷൻ സെറ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം? ഈ ആംഗിൾ ആവശ്യമാണ്. ഈ ആംഗിൾ നമുക്ക് തൽക്കാലം തീറ്റ എന്ന് കൊടുക്കാം, നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ലെറ്ററാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഒന്ന് ഈ ഡിസ്റ്റൻസാണ്, നമുക്കതിനെ ആർ എന്നും സൂചിപ്പിക്കാം. അതായത് ഒ പി എന്ന് പറഞ്ഞ ആറാണ്. പിന്നെ അതുപോലെ തന്നെ ആംഗിൾ ഒ പി എന്ന ലൈൻ എക്സ് ആക്സുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. അപ്പോൾ നമുക്ക് ഒ പി എന്ന പോയിൻ്റ്, ഒ പി എന്നതിൻ്റെ പൊസിഷൻ പറയാൻ രണ്ട് ഡാറ്റകളാണ് ആവശ്യം. ഒന്ന് ആർ എന്ന വാല്യൂ, മറ്റൊന്ന് തീറ്റ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആർ ഈക്വൽ ടു 2, അതുപോലെ തന്നെ തീറ്റ ഈക്വൽ ടു π/4 ഇങ്ങനെയുള്ള രണ്ട് ഡാറ്റകൾ കിട്ടുകയാണെങ്കിൽ ആ പൊസിഷൻ പി എന്ന പോയിൻ്റ് എവിടെയാണ് എന്ന് തീരുമാനിക്കാൻ സാധിക്കും. ആർ ഈക്വൽ ടു 2, തീറ്റ ഈക്വൽ ടു π/4. π/4 മീൻസ് 45 ഡിഗ്രി. ഇങ്ങനെ ഓരോ കേസും നമുക്ക് കണ്ടെത്തും. അതായത് നമുക്ക് രണ്ട് അൺനോൺസ് ആണുള്ളത്, ഒന്ന് ആർ ആൻഡ് തീറ്റ. ഇതേ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് നാം പറയുന്നത് പോളാർ ഫോം. പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ. പോളാർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു. നമുക്കറിയാം ഒരു ലൈനിനെ റെപ്രസെൻ്റ് ചെയ്യാൻ രണ്ട് ഡാറ്റകളാണ് ആവശ്യം. ഒന്ന് അതിൻ്റെ ഡിസ്റ്റൻസും മറ്റൊന്ന് ആംഗിളും. നമുക്കിവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന കോംപ്ലക്സ് നമ്പർ, ആ കോംപ്ലക്സ് നമ്പറിൽ തന്നെ ആ കോംപ്ലക്സ് നമ്പറിൽ പി എക്സ് വൈ, ഇതിൽ തന്നെ പി എക്സ് വൈ ആണെങ്കിൽ നമുക്ക് ആ ഫിഗർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. അതായത് പി എന്ന പോയിൻ്റ് എക്സ് ആക്സിലേക്ക് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കും. നമുക്ക് ആ പെർപെൻഡിക്കുലർ ലൈൻ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റിനെ നമുക്ക് എം എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടി. എന്താണ് ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ? ഒ പി എം. നമുക്ക് ആ ഒ പി എമ്മിൽ നിന്ന് ഏതാനും ഡാറ്റകൾ കണ്ടെത്താം. അതായത് ആംഗിൾ തീറ്റയാണ് എങ്കിൽ നമുക്ക് എഴുതാം കോസ് തീറ്റ. എന്താണ് കോസ് തീറ്റ? അതിന് മുൻപ് ആ പോയിൻ്റുകൾ കണ്ടെത്താം. പി എക്സ് വൈ ആണെങ്കിൽ ഒ എം എന്ന് പറഞ്ഞ എക്സ് എന്ന് സൂചിപ്പിക്കാം, പി എം എന്ന് പറഞ്ഞ വൈ ആണ്, ഒ പി എന്ന് പറഞ്ഞ ആർ ആണ്. ദെൻ വാട്ട് ഈസ് കോസ് തീറ്റ? കോസ് തീറ്റ ഈക്വൽ ടു എക്സ് ബൈ ആർ. കോസ് തീറ്റ എക്സ് ബൈ ആർ ആണെങ്കിൽ നമുക്കറിയാം എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ. അതുപോലെ തന്നെ സൈൻ തീറ്റ. എന്താണ് സൈൻ തീറ്റ? വൈ ബൈ ആർ. അതായത് വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ. ഇപ്പം നമുക്ക് രണ്ട് ഡാറ്റകൾ കിട്ടി. വൈ ഈക്വൽ ടു ആർ കോസ് തീറ്റ, എക്സ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ. അപ്പോൾ തന്നിരിക്കുന്ന നമുക്കറിയാവുന്ന സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് ഇതേ രീതിയിൽ എഴുതാം. എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ പ്ലസ് ഐ ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ ആർ സൈൻ തീറ്റ. ഇതിൽ രണ്ടിലും കോമൺ നമുക്കറിയാം ആർ ഈസ് കോമൺ. അപ്പോൾ ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അതായത് സെഡ് എന്ന കോംപ്ലക്സ് നമ്പറിനെ ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന രൂപത്തിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഇതിനെയാണ് നാം പറയുന്നത് പോളാർ റെപ്രസെൻറ്റേഷൻ, ഓർ ദിസ് ഈസ് കോൾഡ് പോളാർ കോർഡിനേറ്റ്സ് ഓഫ് സെറ്റ്. അതായത് എക്സ് പ്ലസ് ഐ വൈ എന്ന ജനറൽ ഫോമിലുള്ള കോംപ്ലക്സ് നമ്പറിനെ പോളാർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് സെഡ് ഈക്വൽ ടു ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. നമുക്ക് ഇത്ര കാര്യം പറയുന്നുണ്ടെങ്കിലും അതിൽ രണ്ട് അൺനോൺസ് ആണ് നമുക്കുള്ളത്. ഒന്ന് ആർ, മറ്റൊന്ന് തീറ്റ. നമുക്ക് രണ്ട് ഡാറ്റകളാണ് ഇതെന്ന് ആവശ്യമായിട്ട് വരുന്നത്.
ഒന്ന് ആർ, മറ്റൊന്ന് തീറ്റ. നമുക്കറിയാം എന്താണ് ആർ. ഒ പി ആണ് ആർ. എന്താണ് ഒ പി? ഇറ്റ് ഈസ് വെരി ക്ലിയർ. ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉപയോഗിക്കുകയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് ആർ. അതിനെ നാം വേറെ രീതിയിലും കൂടി സൂചിപ്പിക്കും. സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളതിനെ മോഡ് സെഡ് എന്ന് സൂചിപ്പിക്കും. അതുകൊണ്ട് ആർ തീറ്റ എന്ന പോളാർ ഫോമിലുള്ള റെപ്രസെൻറ്റേഷനിലുള്ള ആർ എന്നുള്ളത് എന്തുകൂടിയാണ്? മോഡുലസ് ആണ്. ആർ ഈസ് കോൾഡ് മോഡുലസ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു ഡാറ്റ ഉള്ളത് തീറ്റയാണ്, ആംഗിൾ. ആ ആംഗിളിനെയാണ് നാം പറയുന്നത്. ആ ആംഗിൾ നാം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം ടാൻ തീറ്റ. ഫിഗർ പ്രകാരം എന്താണ് ടാൻ തീറ്റ? ട്രയാങ്കിൾ ഒ പി എം, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഒ പി എമ്മിൽ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ വൈ ബൈ എക്സ്. ആ വൈ ബൈ എക്സിൽ നിന്ന് നമുക്ക് ടാൻ തീറ്റ കാണാം, തീറ്റ. ആ തീറ്റ എന്നുള്ളതിനെ നാം പറയുന്നു ആംപ്ലിറ്റ്യൂഡ് ഓർ ആർഗ്യുമെൻറ്റ്. tan theta equal to y by x. നമുക്കിവിടെ രണ്ട് ഡാറ്റകളുള്ളത്. ഒന്ന് മോഡുലസ്, മറ്റൊന്ന് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ രണ്ട് അൺനോൺസ് ആണ് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ പോളാർ റെപ്രസെൻറ്റേഷനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആവശ്യമുള്ളത്. അതിൽ തന്നെ ആർ എന്ന് പറഞ്ഞ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, അതാണ് മോഡുലസ്. മറ്റൊന്ന് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഇത് രണ്ടും ചേർന്ന ഇതിനെ, ഈ പോളാർ റെപ്രസെൻറ്റേഷനെ നാം മറ്റൊരു പേര് കൂടി പറയും. അതായത് മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോം. അതായത് പോളാർ റെപ്രസെൻറ്റേഷനെ മറ്റൊരു പേര് കൂടി പറയും മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോം. ഇനി ഇവിടെ നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം, ഈ ടാൻ തീറ്റയിൽ നിന്നാണ് നാം ആംഗിൾ കണ്ടുപിടിക്കുന്നത്. ഈ ടാൻ തീറ്റയിൽ നിന്ന് ആംഗിൾ കാണാൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ടാൻ തീറ്റയുടെ വാല്യൂ ഒന്നുകിൽ, അതായത് ടാൻ തീറ്റ എന്നുള്ളത് ഒന്നുകിൽ പോസിറ്റീവായിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവായിരിക്കും. രണ്ട് ഡാറ്റകളുള്ളത്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പോസിറ്റീവായിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവായിരിക്കും. അപ്പോൾ ഒരേ സമയം ഈ ആംപ്ലിറ്റ്യൂഡ് തന്നെ പോസിറ്റീവ് വാല്യൂയും വരും, നെഗറ്റീവ് വാല്യൂയും വരും. ഈ പോസിറ്റീവ് വാല്യൂ തന്നെ രണ്ട് തരത്തിൽ വരും. ടാൻ തീറ്റ പോസിറ്റീവ് ആകുന്നത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലും നമുക്കൊരു ആൻസർ കിട്ടും. അതുപോലെ തന്നെ തേർഡ് ക്വാഡ്രൻറ്റിലും ഒരു ആൻസർ കിട്ടും. നെഗറ്റീവ് ടാൻ തീറ്റ വരുന്നത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലും നമുക്കൊരു വാല്യൂ കിട്ടും, ഫോർത്ത് ക്വാഡ്രൻറ്റിലും നമുക്കൊരു ആംഗിൾ കിട്ടും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ടാൻ തീറ്റ 1 വരുന്നത് π/4 അതുപോലെ തന്നെ π/4 മാത്രമല്ല, തേർഡ് ക്വാഡ്രൻറ്റിലും ഇതുപോലെയുള്ളൊരു ആംഗിൾ കിട്ടും, അതായത് 5π/4. അപ്പോൾ π/4 എന്ന ആംഗിളും അതുപോലെ തന്നെ മറ്റൊരു ആംഗിൾ 5π/4, ഇങ്ങനെ രണ്ട് ആംഗിൾ കിട്ടും. ഇത് നാം ഇതിനനുസരിച്ച് വേണം തീരുമാനിക്കാൻ. അതായത് കോസ് തീറ്റ പോസിറ്റീവ്, സൈൻ തീറ്റ പോസിറ്റീവ്, അതിൽ നിന്ന് വേണം അത് കണ്ടെത്താനെന്നർത്ഥം. പിന്നെ നോക്കുക, നമ്മൾ വേറൊരു കാര്യം കൂടി ഇവിടെ, അതായത് നമുക്കൊരു എക്സാമ്പിൾ ഒന്ന് നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയത് സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന ഫോമിൽ വരുന്ന കോംപ്ലക്സ് നമ്പറിനെ, ഇപ്പോൾ നമ്മൾ ആകെ ചെയ്ത കാര്യങ്ങൾ സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന രൂപത്തിലാണ്.
ഇതാണ് ഒരു കാര്യം പറഞ്ഞത്. അതിൽ തന്നെ ആർ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് സെഡ് ആണ്. കൂടാതെ അത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതിനാണ് നാം പറയുന്നത് മോഡുലസ്. ഇനി അതുപോലെ തന്നെ പിന്നൊരു ഡാറ്റ ഉള്ളത് തീറ്റ. അത് ടാൻ തീറ്റയിൽ നിന്ന് കാണുന്നു. ഇതാണ് പറഞ്ഞൊരു കാര്യം. ടാൻ തീറ്റ ഈക്വൽ ടു വൈ ബൈ എക്സ്. ഇങ്ങനെ രണ്ട് ഡാറ്റ. അതിനെയാണ് നാം പറഞ്ഞത് തീറ്റ എന്നുള്ളതിനെയാണ് പറഞ്ഞത് ആംപ്ലിറ്റ്യൂഡ് ഓർ ആർഗ്യുമെൻ്റ് ഓഫ് സെറ്റ്. അതുകൊണ്ട് മോഡുലസ് ഉണ്ട്, ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്. അതുകൊണ്ട് നാം സൂചിപ്പിച്ചു മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോം. മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോം. ഇതേ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെ, പോളാർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെ മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോം എന്നുകൂടി നാം സൂചിപ്പിക്കും. ഇനി നമുക്കൊരു എക്സാമ്പിൾ. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ആറിൻ്റെയും തീറ്റയുടെയും കാര്യം പറഞ്ഞു. ഇപ്പോൾ ഇതൊരു ആക്സിസ്. നമുക്കിതിൽ ആറിൻ്റെ വാല്യൂ കിട്ടിയിട്ടുള്ളത് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ആർ ഈക്വൽ ടു റൂട്ട് 2, തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രി. മറ്റൊരു ക്വസ്റ്റ്യൻ ആർ ഈക്വൽ ടു റൂട്ട് 2, തീറ്റ ഈക്വൽ ടു 405, 405 ഡിഗ്രി. നോക്കാം, ഇതാണ് നമ്മുടെ വൈ ആക്സിസ്, അതുപോലെ തന്നെ എക്സ് ആക്സിസ് അല്ലെങ്കിൽ റിയൽ ആക്സിസ്, ഇമാജിനറി ആക്സിസ്. ഇനി നമുക്കറിയാം ഈ 45 ഡിഗ്രി, ഇതാണ് 45 നടുക്ക് വരുന്ന പോയിൻ്റ്. ഇനി ഇതിൽ തന്നെ നമുക്കൊരു കാര്യം പറയാം. 45 ഇതാണ് നമ്മുടെ 45 π/4 അല്ലെങ്കിൽ 45 എന്ന് തന്നെ സൂചിപ്പിക്കാം. ഇപ്പോൾ നമുക്ക് രണ്ട് ഡാറ്റ കിട്ടി. ആർ എന്നുള്ളത് റൂട്ട് 2 കിട്ടി. ആറിൻ്റെ വാല്യൂ റൂട്ട് 2 കിട്ടി. തീറ്റ എന്നുള്ളത് 45 കിട്ടി. അപ്പോൾ നമുക്കിതിനെ പോളാർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാം. എങ്ങനെ പോളാർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാം? അതായത് റൂട്ട് 2 ഇൻറ്റു കോസ് π/4 പ്ലസ് ഐ സൈൻ π/4. ക്ലിയറാണ്. ഇതന്നെയാണ് അവിടുത്തെ പോയിൻ്റ്. അതായത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് റൂട്ട് 2 വരുന്നത്. എന്നാൽ മറ്റൊരു ക്വസ്റ്റ്യൻ, ഇത് ഒന്നാമത്തെ എന്ന് പരിഗണിക്കാം, ഇത് രണ്ടാമത്തെ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ക്ലിയറായി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആർ എന്നുള്ളത് റൂട്ട് 2 ആണ്. തീറ്റ 405 ആണ്. നോക്കുക, ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കിയാൽ ഇപ്പോൾ 360 ആയി. അതിലൂടെ ഒരു 45 കൂടിയാൽ 405 ആയി. അപ്പോൾ ഇതും ഒരേ പോയിൻ്റാണ് ഫലത്തിൽ വരുന്നത്. പക്ഷെ നമുക്ക് 405 വേണമോ, അതുപോലെ തന്നെ 45 വേണം. ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്. അതിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടത്, അതായത് ഈ രണ്ട് ആംഗിളും നമുക്ക് ഒരേപോലെ സ്വീകരിക്കാൻ സാധ്യമല്ല. കാരണം ഒരു കോംപ്ലക്സ് നമ്പറിന് രണ്ട് വ്യത്യസ്ത ആംപ്ലിറ്റ്യൂഡ് വരാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക റേഞ്ചിൽ വരുന്നതിനെ മാത്രമേ നമ്മളിവിടെ ആംപ്ലിറ്റ്യൂഡായിട്ട് പരിഗണിക്കുന്നുള്ളൂ. അതായത് -180 മുതൽ +180 വരെ വരുന്ന ആംഗിളിനെയാണ്, വരുന്ന തീറ്റയെയാണ് നാം എന്ത് പറയുന്നത്? ഇവിടെ ആംപ്ലിറ്റ്യൂഡായിട്ട് പരിഗണിക്കുന്നുള്ളൂ. അതിനെയാണ് നാം പറയുന്നത് പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ്. പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ്. അപ്പോൾ എന്താണ് പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ്? ഈ ആംഗിൾ -π മുതൽ +π വരെ വരുന്ന ആംഗിളിനെയാണ് എന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 405 ഇതിൽ പെടുന്നില്ല. 180 വരെയുള്ളൂ. -180 മുതൽ +180 വരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ച കാര്യത്തിൽ, അതായത് ഇവിടെ വരുന്നൊരു പോയിൻ്റ് ആണെങ്കിൽ, ഇവിടെ വരുന്നൊരു പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താ? അത് <90 ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ പെടും. ഇനി ഇതിൽ വരുന്നൊരു വാല്യൂ ആണെങ്കിലോ <180 വരെ വരും. പോസിറ്റീവാണ്. അതായത് ഇങ്ങനെ ആംഗിൾ മെഷർ ചെയ്യുകയാണെങ്കിൽ എന്താ? പോസിറ്റീവാണ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആംഗിൾ. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ പോസിറ്റീവ്. ഇനി ഇവിടുത്തെ ഒരു ആംഗിൾ ആണെങ്കിലോ നാം ഇങ്ങനെയല്ല എടുക്കേണ്ടത്,
ഇങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് ആ പോയിൻ്റ് എങ്കിൽ ഇങ്ങനെയായിരിക്കും നമ്മൾ മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ആംഗിൾ എക്സ് ആണെങ്കിൽ ഇത് -x ആയിട്ടാണ് നാം പരിഗണിക്കുക, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നെഗറ്റീവ്. അപ്പോൾ ഇത് <90 ആയിട്ട് പരിഗണിക്കാം. ഇനി ഇവിടെ വരുന്നൊരു പോയിൻ്റ് ആണെങ്കിലോ, അപ്പോഴും നമുക്ക് -180നേക്കാൾ ചെറിയ ആംഗിളായിട്ട് ഇതിൽ കിട്ടും മൈനസ്. ഇനി ഇവിടെ വരികയാണെങ്കിലോ, ഇതാ 180 ഇവിടെ ഉണ്ട് താനും. അപ്പോൾ അതുകൊണ്ട് 4 ക്വാഡ്രൻറ്റിൽ വരുന്ന ആംഗിളിനെയും നമുക്ക് ഈ സിസ്റ്റത്തിലൂടെ ക്ലിയർ ആക്കാം. ഈ പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ് ഈ പറയുന്ന കണ്ടീഷനെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. പറഞ്ഞതിൻ്റെ അർത്ഥം -180 മുതൽ +180 വരെയുള്ള ആംഗിളിനെയാണ് പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ്, പ്രിൻസിപ്പൽ ആംപ്ലിറ്റ്യൂഡ്. ഇനി ഇതിൽ തന്നെ നമുക്ക് ഏതാനും ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്ന കാര്യം കൂടി ഒന്ന് നോക്കാം. എങ്ങനെയാണ് ആംഗിൾ കാണേണ്ടത് ആ കാര്യം കൂടി ഒന്ന് ഇവിടെ സൂചിപ്പിക്കാം. നമുക്ക് ഇവിടെ നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ഒരു ആംഗിൾ ടാൻ, അതായത് z ഈക്വൽ ടു 1 + i, ഇതാണ് ചോദ്യമെങ്കിൽ നമുക്കറിയാം അതിൽ എക്സ് വാല്യൂ എത്രയാണ്? 1 ആണ്. വൈ വാല്യൂ എന്താണ്? 1 ആണ്. അതായത് റിയൽ പാർട്ട് 1 ആണ്, ഇമാജിനറി പാർട്ട് 1 ആണ്. ഓർഡേർഡ് പെയർ 1 1 എന്ന പോയിൻ്റാണ് നാം 2 ഡയമെൻഷണൽ പ്ലെയിനിൽ റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. ഇനി z എന്നുള്ളത് 1 + i ആണ്. അപ്പോൾ നമുക്ക് 2 ഡാറ്റകളാണ് അവിടെ ആവശ്യം. ആർ, എങ്ങനെയാണ് ആർ കാണുന്നത്? ആർ എന്ന് പറഞ്ഞാൽ √x² + y² ആണ്. x² + y². ഇവിടെ x² + y² മീൻസ് √2. ഇറ്റ് ഈസ് ക്ലിയർ, മോഡുലസ്. ദെൻ ടാൻ തീറ്റ കാണാൻ, ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ y/x ആണ്. എന്താണ് y/x? 1/1 1. നമുക്ക് എക്സും പോസിറ്റീവാണ്, വൈയും പോസിറ്റീവാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം തീറ്റ ഈക്വൽ ടു പോസിറ്റീവ് ആംഗിൾ π/4, അല്ലെങ്കിൽ തീറ്റ ഈക്വൽ ടു 45. അപ്പോൾ ഇവിടെ നമ്മളത് തീറ്റ ആയിട്ടാണ് പരിഗണിക്കുന്നത്. എന്നാൽ അതേസമയം ഇതേ ക്വസ്റ്റ്യൻ തന്നെ z ഈക്വൽ ടു 1 - i, 1 - i, ഇതേ രീതിയിലാണെങ്കിൽ 1 - i ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്താൽ കിട്ടുന്നത് എന്തായിരിക്കും? z ഈക്വൽ ടു 1 - i ആണെങ്കിൽ, അപ്പോൾ നമുക്കറിയാം ഈ രണ്ടാമത്തെ ഭാഗമാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 1 ആണ്, വൈയുടെ വാല്യൂ -1 ആണ്. നേരത്തെ രീതിയിൽ ചെയ്താൽ നമുക്ക് ആറിൻ്റെ വാല്യൂ കിട്ടുന്നത് √2 ഇറ്റ് സെൽഫ്. ആൻഡ് ടാൻ തീറ്റ ഈക്വൽ ടു y/x. y/xൻ്റെ വാല്യൂ -1/1 ഈക്വൽ ടു -1. അപ്പോൾ ടാൻ തീറ്റയുടെ വാല്യൂ നെഗറ്റീവ് വരുന്നത് നമുക്ക് എവിടേക്കാണെന്ന് അറിയാം. ഒന്ന്, പോസിറ്റീവ് എന്നുള്ളത് ഫസ്റ്റിലും തേർഡിലുമാണ്. നെഗറ്റീവ് വരുന്നത് സെക്കൻഡിലും അതുപോലെ തന്നെ ഫോർത്ത് ക്വാഡ്രൻറ്റിലുമാണ് ആംഗിൾ വരിക, ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഇനി അപ്പോൾ നമുക്ക് ആൻസർ രണ്ടാമത്തെ ക്വാഡ്രൻറ്റിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ നാലാമത്തെ ക്വാഡ്രൻറ്റിലും വരുന്നുണ്ട്. രണ്ടാമത്തേലും നാലാമത്തേലും ഇതിൽ ഏത് പരിഗണിക്കണം എന്നതാണ് ഇവിടെ നോക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ഈ പോയിൻ്റ് ഒന്ന് നോക്കിയാൽ മതി. എക്സ് കോർഡിനേറ്റ് 1, വൈ കോർഡിനേറ്റ് -1. അതിൽ നിന്ന് നമുക്ക് ഇവിടെ വരുന്ന ആംഗിളായിട്ട് പരിഗണിക്കണം എന്ന തീരുമാനത്തിലെത്താം. ഒന്നുകിൽ ഇതുപോലെ നോക്കാം, അല്ലെങ്കിൽ ആർ കോസ് തീറ്റ 1 ആണ്, ആർ സൈൻ തീറ്റ -1 ആണ്. അതായത് സൈൻ തീറ്റ നെഗറ്റീവാണ്, സൈൻ തീറ്റ നെഗറ്റീവാണ്, കോസ് തീറ്റ പോസിറ്റീവാണ്. ഇത് രണ്ടും കൂടി ഒരേ സമയം ശരിയാവുന്ന ഒരേ ഒരു സ്ഥലം ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ്. അപ്പോൾ നമ്മുടെ ആംഗിൾ ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ് എന്ന് തീരുമാനിക്കുന്നു. ഇനി നമ്മൾ ഫോർത്ത് ക്വാഡ്രൻറ്റിലെ ആംഗിൾ നമുക്ക് ഇങ്ങനെയല്ല കാണേണ്ടത്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലല്ല കാണേണ്ടത്, ഇങ്ങനെയാണ് കാണേണ്ടത് എന്നറിയാം.
ഇങ്ങനെയാണ് നമ്മൾ വാല്യൂ കാണേണ്ടത്. അതായത് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മളിവിടെ ഒരു പോയിൻ്റ് കണ്ടെത്തി എന്ന് പറഞ്ഞു. ആ പോയിൻ്റ് ഫോർത്ത് ക്വാഡ്രൻറ്റിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ ഫോർത്ത് ക്വാഡ്രൻറ്റിലാണെങ്കിൽ നമുക്കതിന് ഇതാണ് നമ്മുടെ ഫോർത്ത് ക്വാഡ്രൻറ്റിലെ ആൻസർ കിട്ടി എന്ന് പറയുന്നത്, ഫോർത്ത് ക്വാഡ്രൻറ്റ്. അപ്പോൾ ഇങ്ങനെയായിട്ടാണ് വാല്യൂ വരുന്നത് എങ്കിൽ ഇതാണ് ഇപ്പോൾ നമ്മളെ വാല്യൂ. പോയിൻ്റ് ഇവിടെയാണ്. ഇവിടെയാണെങ്കിൽ എങ്ങനെ കണ്ടെത്താം ആംഗിൾ? ഇതായിരിക്കണം നമ്മുടെ ആംഗിൾ. ആ ആംഗിളിനെ നെഗറ്റീവായിട്ടാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. എന്തുകൊണ്ട്? നമ്മൾ ആദ്യം കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു ഇവിടെ ലെസ് ദാൻ 90, ഇവിടെ വരുമ്പോൾ ലെസ് ദാൻ 180, ഇവിടെ വരുമ്പോൾ ലെസ് ദാൻ -90, ഇവിടെ ലെസ് ദാൻ -180 എന്ന ആംഗിളായിട്ട് പരിഗണിക്കണമെന്ന് സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആംഗിളിനെ നമ്മൾ എങ്ങനെ കണക്കാക്കാം? ടാൻ തീറ്റ +1 വരികയാണെങ്കിൽ π/4 ആണ്. അപ്പോൾ ഇവിടെ മൈനസ് ആയിട്ട് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ നമ്മൾ കാണേണ്ടത് -π/4. ആറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി √2, തീറ്റയുടെ വാല്യൂ കിട്ടി -π/4. ഇനി ഇതേ ചോദ്യം തന്നെ z = -1 - i. ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എഴുതാം x = 1 ആണ്, x = -1, y = -1, പിന്നെ r നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ r = √2 വരും. പിന്നെ അതുപോലെ തന്നെ ടാൻ തീറ്റ = -1/-1 1 എന്ന് വരും. നോക്കാം 1 എന്ന് വരുമ്പോൾ തിരക്ക് പിടിച്ച് π/4 എന്ന് പറയരുത്. എന്ത് പറയണം? ഫസ്റ്റ് ക്വാഡ്രൻറ്റിലും നമുക്ക് ആൻസർ ഉണ്ട്, തേർഡ് ക്വാഡ്രൻറ്റിലും നമുക്ക് ആൻസർ ഉണ്ട്. അപ്പോൾ തേർഡ് ക്വാഡ്രൻറ്റിലെ ആൻസറിന് എങ്ങനെയാണ് തേർഡ് ക്വാഡ്രൻറ്റിലേക്ക് എത്തേണ്ടത്? നോക്കുക, എക്സ് നെഗറ്റീവാണ്, വൈ നെഗറ്റീവാണ്, എക്സ് നെഗറ്റീവ്, വൈ നെഗറ്റീവ്. അപ്പോൾ നമ്മുടെ ആൻസർ എവിടെയാണ്? തേർഡ് ക്വാഡ്രൻറ്റിലാണ്. അപ്പോൾ ഈ തേർഡ് ക്വാഡ്രൻറ്റിലെ ആംഗിൾ കാണേണ്ടത് നമുക്കൊരു എളുപ്പത്തിന് ഇവിടുത്തെ ആംഗിൾ തീറ്റയായിട്ട് പരിഗണിക്കണം, ഇവിടുത്തെ ആംഗിൾ -θയായിട്ട് പരിഗണിക്കണം. ഇവിടെ സെക്കൻഡ് ക്വാഡ്രൻ്റാണ്, നമ്മളിവിടെ നിന്ന് പറഞ്ഞു പൈയിൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ π - θ എന്ന രൂപത്തിൽ പരിഗണിക്കണം. ഇവിടുത്തെ ആംഗിൾ -π - θ എന്ന രൂപത്തിലാണ് ആംഗിൾ കണക്കാക്കേണ്ടത്. നമുക്കറിയാം ടാൻ തീറ്റ 1 ആണെങ്കിൽ എന്താണ് ആംഗിൾ വരിക? π/4. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എങ്ങനെ കണക്കാക്കണം? -π - π/4. ഇപ്പോൾ സിംപ്ലിഫൈ ചെയ്താൽ π - π/4 3π/4, അതായത് -3π/4 എന്ന രീതിയിൽ വേണം ട്രീറ്റ് ചെയ്യാൻ. ഇനി അതേപോലെ തന്നെ ഇതേ ചോദ്യം തന്നെ മറ്റൊരു രീതിയിൽ നമുക്ക് വരാം. അതായത് z = നമുക്കിനി ബാക്കി ഏതാണ്? 1 + i ആയി, 1 - i ആയി, -1, ഇനി -1 + i. ഇതാണ് ഇനി ബാക്കി വരുന്ന മറ്റൊരു മോഡൽ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എക്സ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണക്കാക്കാം? എക്സ് എന്ന് പറഞ്ഞാൽ -1 ആണ്, വൈ എന്ന് പറഞ്ഞാൽ 1 ആണ്, അതുപോലെ തന്നെ r എന്ന് പറഞ്ഞാൽ √2 ആണ്, പിന്നെ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ -1 ആണ്. ടാൻ തീറ്റ നെഗറ്റീവ്, എക്സ് നെഗറ്റീവ്, വൈ പോസിറ്റീവ്, എക്സ് നെഗറ്റീവ്, വൈ പോസിറ്റീവ്. അപ്പോൾ ഇവിടെ സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് ഇവിടുത്തെ ആംഗിൾ. ഇവിടുത്തെ ആംഗിൾ നമുക്ക് എല്ലാ തന്നെ ആയാലും +1 അല്ലെങ്കിൽ -1 ചിഹ്നത്തിൻ്റെ മാത്രം വ്യത്യാസമേ ഉള്ളൂ. ഈ ചിഹ്നം വരുന്നത് ക്വാഡ്രൻറ്റിനനുസരിച്ചാണ്. ടാൻ തീറ്റ 1 വരുന്നതും 2 വരുന്നതും അല്ല -1 വരുന്നതും +1 വരുന്നതും ക്വാഡ്രൻറ്റിനനുസരിച്ചാണ്. അതായത് ടാൻ തീറ്റ പോസിറ്റീവ് ഓൺ ഫസ്റ്റ് ആൻഡ് തേർഡ് ക്വാഡ്രൻറ്റ്, ടാൻ തീറ്റ ഈസ് നെഗറ്റീവ് ഓൺ സെക്കൻഡ് ആൻഡ് ഫോർത്ത് ക്വാഡ്രൻറ്റ്. അതുകൊണ്ട് ആംഗിൾ എപ്പോഴും π/4ൻ്റെ കണക്റ്റഡ് ആണ്. പോസിറ്റീവ് എന്നുള്ളത് നെഗറ്റീവ് എന്നുള്ളത് സെക്കൻഡിലും ഫോർത്തിലും വരുന്നു എന്ന് മാത്രം. ഇപ്പോൾ എക്സ് നെഗറ്റീവ്, വൈ പോസിറ്റീവ് എന്നതുകൊണ്ട് അത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ആംഗിൾ, അതായത് ഈ ക്വസ്റ്റ്യൻ്റെ z = -1 + i എന്നുള്ളതിൽ r നമുക്ക് കിട്ടി. തീറ്റ എന്നുള്ളത് കണക്കാക്കാൻ π - π/4 എന്ന രൂപത്തിൽ വേണം കാണാൻ. അതായത് 3π/4. നമുക്കറിയാം 3π/4 എന്ന് പറഞ്ഞാൽ അത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലെ ആംഗിളാണ്.
അതായത് 3 ഇൻറ്റു 45 135 ഡിഗ്രി. അപ്പോൾ ഇവിടുത്തെ ഒരു ആംഗിളാണെങ്കിൽ 135 ആണ്. ഇവിടുത്തെ ആംഗിളാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പ്രകാരം 45 ആണ്. ഇത് 135 ആണ്. ഇത് -45 ആണ്. ഇത് -135 ആണ്. ഇതേ രീതിയിലാണ് നാം പരിഗണിക്കേണ്ടത്. അതായത് ഈ പറയുന്ന കാര്യം നമുക്ക് ചെയ്യുമ്പോൾ ആകത്തുക നമ്മൾ ചെയ്യേണ്ടത്, അതായത് ആംഗിൾ കണക്കാക്കിയിട്ട് ഇവിടുത്തെ ആംഗിൾ തീറ്റയായിട്ടും ഇവിടുത്തെ ആംഗിൾ മൈനസ് തീറ്റയായിട്ടും ഇവിടെ പൈ മൈനസ് തീറ്റ എന്ന രൂപത്തിലും ഇവിടെ മൈനസ് ഓഫ് പൈ മൈനസ് തീറ്റ എന്ന രൂപത്തിലുമാണ് നാം ആംഗിൾ കണക്കാക്കേണ്ടത്. അപ്പോൾ പ്രിൻസിപ്പൽ ആർഗ്യുമെൻ്റ് കാണാൻ ഈ ഫോം ഒന്ന് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ടിലേക്ക് എഴുതണം. അപ്പോൾ എഴുതേണ്ടത് പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഫിഗർ വരച്ചിട്ട് പി എന്ന പോയിൻ്റ് XY ഡിസ്റ്റൻസ് 6 ആണ്. ഇവിടെ നമുക്ക് ആ പോയിൻ്റ് ഒന്ന് സൂചിപ്പിക്കാം. പോയിൻ്റ് M. ഇതാണ് നമ്മുടെ M എന്നുള്ള പോയിൻ്റ്. M ആവശ്യമില്ല, എങ്കിലും അവിടെ ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ. OPM എന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ലെറ്റ് Z ഈക്വൽ ടു X പ്ലസ് IY ബി എനി കോംപ്ലക്സ് നമ്പർ. ലെറ്റ് OP മേക്സ് ആംഗിൾ തീറ്റ വിത്ത് X ആക്സിസ്. OP മേക്ക് ആംഗിൾ തീറ്റ വിത്ത് X ആക്സിസ്. നമുക്ക് ഈ ആംഗിൾ ഒന്ന് തീറ്റ എന്ന് കൂടി കൊടുക്കാം. Z നമുക്കിതൊന്ന് അറിയാം. കോസ് തീറ്റ ഈക്വൽ ടു X/R. അതുകൊണ്ട് X ഈക്വൽ ടു R കോസ് തീറ്റ. സൈൻ തീറ്റ ഈക്വൽ ടു Y/R ആണ്. ഇംപ്ലൈസ് Y ഈക്വൽ ടു R സൈൻ തീറ്റ. പിന്നെ അതുകൊണ്ട് Z ഈക്വൽ ടു X പ്ലസ് IY ആണെങ്കിൽ Xനും Yക്കും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ Z ഈക്വൽ ടു R കോസ് തീറ്റ പ്ലസ് IR സൈൻ തീറ്റ. R കോമൺ ആയിട്ട് എടുത്താൽ Z ഈക്വൽ ടു R ഇൻറ്റു കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ. നമുക്ക് ആവശ്യമുള്ള മറ്റൊരു ഡാറ്റയാണത്. അപ്പോൾ അതിനെയും നമുക്ക് വേണമെങ്കിൽ ഒന്ന് ബോക്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് Z ഈക്വൽ ടു R ഇൻറ്റു കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ. അതിനെയാണ് നാം പറയുന്നത് പോളാർ ഫോം. പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ. പോളാർ ഫോം. പോളാർ ഫോം വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഹിയർ R ഈസ് കോൾഡ് ദ മോഡുലസ് ഗിവൺ ബൈ R ഈക്വൽ ടു റൂട്ട് ഓഫ് X സ്ക്വയർ പ്ലസ് Y സ്ക്വയർ. മോഡുലസ്. ഇനി അതുപോലെ തന്നെ തീറ്റ ഈസ് കോൾഡ് ദ ആർഗ്യുമെൻറ്റ് ഓർ ആംപ്ലിറ്റ്യൂഡ്. അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ARGZ. ആർഗ്യുമെൻറ്റ് എന്നുള്ളതിൻ്റെ ഷോർട്ട്. ഗിവൺ ബൈ ടാൻ തീറ്റ ഈക്വൽ ടു Y/X. കൂടാതെ ഇഫ് തീറ്റ ഈസ് സച്ച് ദാറ്റ് മൈനസ് പൈ ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ പൈ ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ്. ഇവിടെ പ്രിൻസിപ്പൽ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ 0 മുതൽ -π മുതൽ പൈ വരെയുള്ള ആംഗിളിനെയാണ് നാം ഇത് സൂചിപ്പിക്കുന്നത്. ഇഫ് തീറ്റ ഈസ് സച്ച് ദാറ്റ് -π ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ പൈ is called principal argument. Principal argument. ഇനി ആ ആംഗിൾ കാണേണ്ടത് എങ്ങനെയാണ് എന്ന് സൂചിപ്പിക്കുന്ന നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടു റൈറ്റ് ഇൻ പോളാർ ഫോം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. അതായത് Z ഈക്വൽ ടു X പ്ലസ് IY ആണെങ്കിൽ നമുക്കതിനെ ഇങ്ങനെ എഴുതാം. Z ഈക്വൽ ടു R ഇൻറ്റു കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ. R എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് X സ്ക്വയർ പ്ലസ് Y സ്ക്വയർ. R ആണ് നമുക്ക് ആവശ്യമുള്ള മോഡുലസ്. ഒരു ഡാറ്റ R ആണ്, മറ്റൊന്ന് തീറ്റയാണ്. ടാൻ തീറ്റ ഈക്വൽ ടു Y/X. അതിൽ തന്നെ തീറ്റ ആംഗിൾ കാണുന്നത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ അത് തീറ്റയായിട്ടും അത് മൈനസ് തീറ്റയായിട്ട് ഫോർത്ത് ക്വാഡ്രൻറ്റിലും പൈ മൈനസ് തീറ്റയായിട്ട് സെക്കൻഡ് ക്വാഡ്രൻറ്റിലും മൈനസ് ഓഫ് പൈ മൈനസ് തീറ്റ എന്നുള്ളത് തേർഡ് ക്വാഡ്രൻറ്റിലും പരിഗണിച്ചാൽ ഈ നമ്മുടെ പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ് തീറ്റ കാണൽ വെരി ഈസി. അതിൻ്റെ കൂടെ തന്നെ എക്സ് പോസിറ്റീവ് വൈ പോസിറ്റീവ് അതിൽ നിന്നും നമുക്ക് ക്വാഡ്രൻറ്റ് തീരുമാനിക്കാം. ഇപ്പോൾ എക്സ് പോസിറ്റീവ് വൈ പോസിറ്റീവ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്.
എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ് സെക്കൻഡ് ക്വാഡ്രൻറ്റ്, എക്സ് നെഗറ്റീവ് വൈ നെഗറ്റീവ് തേർഡ് ക്വാഡ്രൻറ്റ്, എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ് ഫോർത്ത് ക്വാഡ്രൻറ്റ്, അങ്ങനെയും തീരുമാനിക്കാം. അല്ലെങ്കിൽ ടാൻ തീറ്റ എന്നുള്ളത് പോസിറ്റീവ് കിട്ടിയാൽ നാം ഉടനെ ഫസ്റ്റിലോ അതുപോലെ തന്നെ തേർഡിലേക്കോ നോക്കിയാൽ മതി. കാരണം ടാൻ തീറ്റ ഈസ് പോസിറ്റീവ് ഇൻ ഫസ്റ്റ് ആൻഡ് തേർഡ് ക്വാഡ്രൻറ്റ്. അതുപോലെ തന്നെ ടാൻ തീറ്റയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ നമുക്കറിയാം ഒന്നുകിൽ അത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് അല്ലെങ്കിൽ അത് ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ്. അപ്പോൾ ടാൻ തീറ്റ ഈസ് നെഗറ്റീവ് ഇൻ സെക്കൻഡ് ആൻഡ് ഫോർത്ത് ക്വാഡ്രൻറ്റ്. അപ്പോൾ ഈ കാര്യങ്ങളും കൂടി ഓർത്താൽ ഏതെങ്കിലും രീതിയിൽ ഈ വളരെ എളുപ്പത്തിൽ പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ് കണ്ടെത്താം. അതായത് ആർ എന്നുള്ളത് മോഡുലസ് ആണ്, തീറ്റ എന്നുള്ളത് ആർഗ്യുമെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോം, പോളാർ ഫോം എന്ന് സൂചിപ്പിക്കാൻ കാരണം. ദെൻ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ആ ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ചെയ്യാം.